ഹലോ അസ്സാമലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും വയനാട് ഊട്ടി ട്രിപ്പായിരുന്നു ഷെയർ ചെയ്തിരുന്നത്, പാർട്ട് 1 പാർട്ട് 2 ആയിട്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയാണ്, അതായത് പാർട്ട് 3 ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഊട്ടിയിലെ മുഴുവൻ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കഴിഞ്ഞ പാർട്ട് കാണാത്തവർക്ക് വേണ്ടി പറയാണ്, ഞങ്ങൾ സാറ്റർഡേ സൺഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് വയനാട് വഴി ഊട്ടിയിലേക്ക്. അപ്പോൾ വയനാട്ടിൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ 2 ഡേ ട്രിപ്പാകുമ്പോൾ നമുക്ക് എല്ലായിടത്തും കറങ്ങാനൊന്നുള്ള സമയമില്ലല്ലോ. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ വെച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ജോളിയായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രാവൽ ചെയ്യുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം, അതായത് സാറ്റർഡേ ഊട്ടിയിലാണ് സ്റ്റേ ചെയ്തത്. അതിനുശേഷം സൺഡേ മോർണിംഗ് ഞങ്ങൾ ഫുഡ് കഴിക്കാതെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് A2Bയിലാണ് എത്തിയിരുന്നത്. അപ്പോൾ A2Bൻ്റെ പുറത്ത് തന്നെ നല്ല സ്മെല്ലുള്ള മുല്ലപ്പൂ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുല്ലപ്പൂ രസത്തിന് വാങ്ങിച്ചു. അപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ നല്ല റഷാണ്. അപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫുഡ് കിട്ടാനായിട്ട്. അതുപോലെ നമുക്ക് ഇരിക്കാനുള്ള ചെയറിനും കുറേ സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റിൽ കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റിൽ വടയാണ് വന്നത്. വടയും മസാല ദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ വട പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. നല്ല പുറമെ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ്, അതുപോലെ നല്ലൊരു ടേസ്റ്റുള്ള വടയായിരുന്നു. ഇതുവരെ ഈ ഒരു ടേസ്റ്റുള്ള വട കഴിച്ചിട്ടില്ല. A2Bയിലെ വട കഴിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നി, എന്താ അറിയില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത ചായയും അതുപോലെ തന്നെ മസാല ദോശയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലതായിരുന്നു. അടിപൊളിയല്ലേ? ഇതല്ലേ ടൊമാറ്റോ ചട്നി ഒക്കെ നല്ലതായിരുന്നു, പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. ഞാൻ സാധാരണ A2Bയിൽ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ മൈസൂർ ഹോട്ടലുള്ള A2Bയിലൊക്കെ ഞങ്ങൾ മിക്കവാറും പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല റേറ്റ് വ്യത്യാസമായിട്ട് തോന്നി. എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫാക്ടറിയിലാണ്, അതായത് ടീ ഫാക്ടറിയിലാണ് പോയത്. ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെറിയ താഴത്ത് കുതിര സവാരി, അതുപോലെ കുറച്ച് അഡ്വഞ്ചർ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴത്ത്. അതിലൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, അത്രയ്ക്കൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ടീ ഫാക്ടറി അതുപോലെ ചോക്ലേറ്റ് ഫാക്ടറി ഒന്ന് കവർ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് കയറുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബാൻഡ് അവർ തരും. അതുപോലെ തന്നെ ടിക്കറ്റും എടുക്കണം അതിൻ്റെ അകത്ത് കയറാനായിട്ട്. 10 രൂപ മറ്റേ ഉള്ളൂ ടിക്കറ്റിന്. അകത്തേക്ക് കയറിയ ഉടനെ നമ്മൾ ഇതുപോലുള്ള കുറേ ബോർഡ് കാണാം. തേയിലയുടെ ഹിസ്റ്ററി, കാര്യങ്ങൾ, തേയില കണ്ടുപിടിച്ചതൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ സ്പീക്കറിൽ അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് തേയില ഉണ്ടാക്കുന്നവർക്ക്. നമ്മൾ അതിനകത്ത് കയറിയാൽ തേയിലയുടെ ഇല എങ്ങനെയാണ് നമുക്ക് തേയിലയായിട്ട് വരുന്നതെന്ന് കാണാനായിട്ട് കഴിയും. And high velocity fans blow air through the leaves, whereby 30% of moisture is removed. The withered leaf is then passed through a tube to the rotor vane below. The rotor vane is a machine which crushes. These machines, which are 5 in number, have sharp rollers on them. They cut, turn and curl the leaf while it passes through them. After the CTC, the leaf enters the ooty, which is far heaviest to the tea when the tea rubs on its surface while passing through it. ഞാൻ ഊട്ടിയിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തേയില ഫാക്ടറി ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ തേയില പാക്ക് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാനും ഉണ്ട്. പല ഫ്ലേവറിലുള്ള തേയിലയുണ്ട്.
അതിനകത്ത് നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് അവർ വക കുറച്ച് ചായ തന്നിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു ആ ഒരു ചായ. ഏലക്കയുടെ ഫ്ലേവറിലുള്ളതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏലക്കയുടെ ഫ്ലേവറിലുള്ള ചായപ്പൊടിയാണ് വാങ്ങിച്ചിരുന്നത്. പിന്നെ ഇങ്ങനെ പുറത്ത് ചായപ്പൊടി വാങ്ങിക്കാനുണ്ട്, അതുപോലെ തന്നെ കുറേ എസെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം ഞങ്ങൾ ചായപ്പൊടി വാങ്ങിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറി, അതിൻ്റെ തൊട്ട് തന്നെയാണ് ചോക്ലേറ്റ് ഫാക്ടറി. അതുപോലെ തന്നെ ഈ ഒരു ടീ ഫാക്ടറി തന്നെ അടുത്തടുത്തായിട്ട് 2 ഫാക്ടറി വരുന്നുണ്ട്. അപ്പം പഴയ ഫാക്ടറിയാണ് കുറച്ചുകൂടി നല്ലത്. ഞങ്ങൾ അതിലാണ് പോയിട്ടുള്ളത്. പുതിയതിനേക്കാളും നല്ലത് പഴയ ഫാക്ടറിയാണ്. പിന്നെ അഡ്വഞ്ചർ ഗെയിംസൊക്കെ ഇവിടെയാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ അതിലൊന്നും കയറാനായിട്ട് അത് നല്ല ക്യൂ ആയിരുന്നു. അപ്പം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നിന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. ചോക്ലേറ്റ് ഫാക്ടറിയിൽ നമുക്ക് കണ്ടിരുന്നു പോകും ഇവർ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കണ്ടാൽ. അപ്പോൾ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓരോരോ ഫില്ലിങ്സ് വെച്ചിട്ടും നട്ട്സ് വെച്ചിട്ടും പല വെറൈറ്റീസും ഉണ്ട് ഇവിടെ ചോക്ലേറ്റ്സ്. അപ്പോൾ ഓരോ വെറൈറ്റിക്ക് ഓരോ റേറ്റിൽ ഇവർ വിൽക്കുന്നുണ്ട്. ഏകദേശം മിനിമം 100 ഗ്രാമിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഞങ്ങൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. മുകളിൽ ബിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴെ കളക്ട് ചെയ്യാം. അതുപോലെ താഴത്ത് കുറേ സ്വെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വേണം നമുക്ക് വാങ്ങിച്ചിട്ടുള്ള ചോക്ലേറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട്. മുകളിൽ നിന്ന് അവർ ഈ ഒരു വഴിയിൽ താഴത്തെത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നു, കുട്ടികളൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ കുതിര സവാരി കൂടി ഉണ്ടായിരുന്നു. കുതിരയുടെ ഭയങ്കര സ്മെല്ലായതുകൊണ്ട് ഞങ്ങളാരും കയറാൻ നിന്നില്ല. ദൂരെ നിന്ന് പോലും ഭയങ്കര സ്മെല്ലായിരുന്നു, എന്താ അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോവുകയാണ്. ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ വരുന്നത്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡന്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെടികളുടെയും അതുപോലെ മരങ്ങളുടെയൊക്കെ ഒരു ലോകം തന്നെയാണ്. ഏകദേശം ഒരു 55ഓളം ഏക്കറിലാണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ മുഴുവനായിട്ടൊന്നും കവർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങ് പോരുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പൊരിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് അകത്ത് കയറിയത്. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ ടൈം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ വലിയവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി. നമ്മൾ എത്ര തന്നെ ഫോട്ടോസും വീഡിയോസും നമ്മൾ തന്നെ എടുത്ത് സൂക്ഷിച്ചാലും അവിടെ പോയിട്ട് ഇവരെടുത്ത് തരുന്ന ഫോട്ടോ നമ്മൾ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ട്രിപ്പ് ഓർമ്മ വരികയൊക്കെ ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു രസമാണല്ലോ. അപ്പോൾ ഞങ്ങളും എടുത്തു ഒരു ഫോട്ടോ. എല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്നിട്ടാണ് ഫോട്ടോ എടുത്തത്.
എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി പോയതാണ്. ഫോട്ടോ റെഡിയായി. അപ്പോൾ 2 കോപ്പിയാണ് എടുത്തത്. 150 രൂപയാണ് ഒരു കോപ്പിക്ക് വരുന്നത്. അവർക്ക് നല്ലൊരു സന്തോഷമായി ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ, 2 കോപ്പി എടുത്തപ്പോൾ. ആദ്യം തന്നെ ഞങ്ങൾ ഗ്ലാസ് ഹൗസിലേക്കാണ് പോയത്. അപ്പോൾ സാധാരണ ഫോട്ടോയിൽ കാണുന്നതിൻ്റെ അത്ര ഭംഗി തോന്നിയില്ല. ഈ ഒരു സമയത്തായതുകൊണ്ടാണെന്ന് അറിയില്ല, പൂക്കൾ കുറച്ച് കുറവായിരുന്നു. ചില സ്ഥലങ്ങളിൽ പൂക്കളുണ്ട് നന്നായിട്ട്, ചില സ്ഥലങ്ങളിൽ അത്രയ്ക്ക് അങ്ങ് പോരായിരുന്നു. ചില ചെടികൾക്ക് ആ ഒരു സമയം ഉണ്ടാവുമല്ലോ, പൂക്കൾ കൂടുതലുള്ള സമയമല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ മെയിനായിട്ട് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ വരുമ്പോൾ ഫോട്ടോസ് എടുക്കാനാണ് പരിപാടി. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ മോള് ബഹളം വെച്ചപ്പോൾ ഞാനും മോളും പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ചെടികളും പൂക്കളൊക്കെ പറിച്ചാൽ നമ്മൾക്ക് 100 രൂപ ഫൈൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ മോള് ഇടയ്ക്ക് പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. നടന്ന് നല്ല ദാഹിക്കുന്ന ടൈമിൽ തന്നെയാണ് ഈ ഒരു സ്ക്വാഷ് ഇവർ വിൽക്കുന്നത് കണ്ടത്. അപ്പോൾ 10 രൂപക്ക് ആദ്യം ഗ്രേപ്പിൻ്റെ സ്ക്വാഷാണ് കണ്ടത്. പിന്നെ അവർ പൈനാപ്പിളിൻ്റെ സ്ക്വാഷ് കൂടി കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ 2 സ്ക്വാഷും കുടിച്ചു. ഗ്രേപ്പിനേക്കാൾ ബെറ്റർ പൈനാപ്പിളാണ് തോന്നിയത്. രണ്ടായാലും നന്നായിട്ട് എസൻസ് ചേർത്തിട്ടുള്ള ഒരു ഫ്ലേവറാണ്. നല്ല ദാഹം ഉള്ളതുകൊണ്ടും വെള്ളത്തിന് തണുപ്പുള്ളതുകൊണ്ടും എല്ലാവരും തന്നെ നന്നായിട്ട് കുടിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ 1-2 പ്രാവശ്യം ചെറുതായിട്ട് മഴ പാറി.
അപ്പോൾ മഴയത്ത് നിൽക്കാനായിട്ട് നല്ലൊരു സ്ഥലം കിട്ടിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞങ്ങൾ കുടയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നാലും നമുക്ക് ഒട്ടും തന്നെ മഴ നനയാതെ ഇരിക്കാൻ പറ്റി. പിന്നെ ഇവിടുന്ന് ഫോട്ടോസ് എടുത്തിട്ട് നല്ല ഭംഗിയായിരുന്നു. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ ആഡ് ചെയ്യാം ആ ഫോട്ടോസൊക്കെ. നമ്മൾ വേറെ ഏതോ കാട്ടിലൊക്കെ പോയിട്ട് എടുത്തിരുന്ന ആ ഒരു ലുക്കിൽ നല്ല നല്ല ഫോട്ടോസ് കിട്ടി. അപ്പോൾ ഹസ്ബൻഡ് ഫോട്ടോ എടുക്കാൻ നല്ല ഇഷ്ടമാണ്, ഫോട്ടോയിൽ നിൽക്കാൻ നല്ല മടിയാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ മഴ വരുമ്പോൾ എല്ലാവരും കൂടി അതിലേക്ക് കയറി നിൽക്കുകയാണ് ചെയ്തത്. മഴയൊക്കെ കുറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കാണാനായിട്ട് ഒരുപാടുണ്ട്. പക്ഷെ കുട്ടികളെയൊക്കെ എടുത്തിട്ട് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് രാത്രി തന്നെ വീട്ടിലെത്തുകയും വേണം. അതുകൊണ്ട് ഞങ്ങൾ അധികം ലേറ്റ് ആകാതെ ഒരു 3-3:30 ആയതോടുകൂടി ഇവിടുന്ന് പുറത്ത് പോവുകയാണ് ചെയ്തത്. എന്നിട്ട് ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. രാത്രി ആകുമ്പോഴത്തേക്ക് രാത്രി 10 മണിക്കേക്ക് വീട്ടിലെത്തണം. കാരണം പിറ്റേ ദിവസം സ്കൂളുള്ളതുകൊണ്ട് അതുകൊണ്ട് 10 മണിക്കേക്കെങ്കിലും വീട്ടിലെത്താമെന്ന് കരുതി. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ATM പക്ഷേ വർക്കിംഗ് ഇല്ലായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു വാട്ടർ ATM. പക്ഷേ അത് വർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വരാണ്. അപ്പോൾ പഞ്ഞിമുട്ടായി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭയങ്കര ബഹളമായിരുന്നു കാറിന്ന്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ വേറൊരു ചെറിയൊരു നല്ല ഭംഗിയുള്ള പ്ലേസ് കൂടി കണ്ടിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് സൈഡാക്കിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയില്ല. കാറിൽ നിന്ന് തന്നെ ചെറിയൊരു വീഡിയോ എടുത്തു അതിൻ്റെത്. വരുന്ന വഴിയിൽ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കണ്ടിട്ട് നിർത്തിയതാണ്. ഈ ഒരു ഇലയോട് കൂടിയ ക്യാരറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ കുറേ സ്ഥലത്ത് കണ്ടിരുന്നു, നിർത്തിയില്ല. അപ്പോൾ പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ നല്ല തണുപ്പാണ് ഈ ഒരു സമയത്ത്. ക്യാരറ്റ് നല്ല തണുത്തിട്ട് അവർ കഴുകിയിട്ട് വെക്കുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മാനന്തവാടിയിൽ വെച്ചിട്ടാണ് രാത്രിയുള്ള ഫുഡ് കഴിച്ചത്. അപ്പോൾ രാത്രിക്കുള്ള ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിൽ ഏകദേശം ഒരു 10 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തി. മന്തിയായിരുന്നു. ഞങ്ങൾ ചിക്കൻ മന്തിയും നൂഡിൽസുമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ 10 മണിയോടെ വീട്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. 3 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.